നമുക്കറിയാം, ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. കഴിഞ്ഞ 45 വർഷമായി മലയാളത്തിലും ഒപ്പം മറ്റ് ഇതര ഭാഷകളിലുമായി 360ഓളം സിനിമകളിൽ വേഷമിട്ട മോഹൻലാൽ ഈ കാലത്തിനിടയിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പുരസ്കാരങ്ങളും ബഹുമതികളും കരസ്ഥമാക്കിയിട്ടുണ്ട്. മോഹൻലാലിന്റെ അഭിനയ മികവിനൊപ്പം തന്നെ എപ്പോഴും ചർച്ച ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലം നിലനിന്നു എന്നത്. കഴിഞ്ഞ 4 ദശകമായി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്റെ സൂപ്പർ താര പദവിക്ക് യാതൊരു കോട്ടവും തട്ടാതെ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസം ഒന്നുകൊണ്ട് മാത്രമാണ്. മമ്മൂട്ടിയുടെ കാര്യവും അങ്ങനെ തന്നെ. മോഹൻലാലിനും മമ്മൂട്ടിക്കും മുന്നേ വന്നവരും ഒപ്പം വന്നവരും പിന്നാലെ വന്നവരും ഒക്കെ പല ഘട്ടത്തിൽ സിനിമയിൽ നിന്നും ഫീൽഡ് ഔട്ട് ആയെങ്കിലും ഇവർ രണ്ടും ഫീൽഡിൽ പിടിച്ചു നിന്നു എന്നതിന്റെ പ്രധാന കാരണവും അഭിനയത്തിനൊപ്പം തന്നെ മറ്റ് അനാവശ്യ വിവാദങ്ങളിലൊന്നും തലയിടാതെ മുന്നോട്ട് പോയതുകൊണ്ടാണ്. എന്നാൽ ഈ 45 വർഷത്തെ കരിയറിനിടയിൽ ഇതുവരെ നേരിടാത്ത തരത്തിലുള്ള ഹേറ്റ് ക്യാമ്പയിനാണ് മോഹൻലാൽ ഇപ്പോൾ വിധേയനായിക്കൊണ്ടിരിക്കുന്നത്. സൈബർ ഇടത്താണ് ഈ ഹേറ്റ് ക്യാമ്പയിൻ. സൈബർ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ അതിന് പേരുകേട്ട സംഘപരിവാർ. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിലെത്തിയ എമ്പുരാൻ സിനിമ പുറത്തിറങ്ങിയതോടെയാണ് മോഹൻലാലിനെതിരെ സംഘപരിവാറിന്റെ സൈബർ ആക്രമണം ആരംഭിക്കുന്നത്. എന്നാൽ എമ്പുരാൻ എത്തുന്നതിന് മുൻപ് തന്നെ സംഘപരിവാർ മോഹൻലാലിനെതിരെ ഒരിക്കൽ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വിവാദം. ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ഒട്ടുമിക്ക പ്രമുഖ ചലച്ചിത്ര താരങ്ങൾക്കെല്ലാം ക്ഷണം ലഭിച്ച ചടങ്ങിൽ മലയാളത്തിൽ നിന്നും മോഹൻലാലിന് മാത്രമായിരുന്നു ആദ്യം ക്ഷണം ലഭിച്ചത്. എന്നാൽ ലിജോ ജോസ് പല്ലിശ്ശേരി ചിത്രം മലൈക്കോട്ടെ വാലിബന്റെ പ്രമോഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ട തിരക്കായതിനാൽ മോഹൻലാൽ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ജനുവരി മാസത്തിന്റെ തുടക്കത്തിൽ അയോധ്യയിൽ നിന്നുള്ള അക്ഷതം മോഹൻലാൽ സ്വീകരിച്ചിരുന്നു. കൊച്ചിയിൽ വെച്ച് RSS പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ജനുവരി 11 മോഹൻലാൽ അക്ഷതം സ്വീകരിച്ചത്. മോഹൻലാലിനെ കൂടാതെ നിരവധി മലയാളി താരങ്ങൾ അക്ഷതം സ്വീകരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനുശേഷം നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ വെച്ചും അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നും അക്ഷതം ഏറ്റുവാങ്ങിയിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മോഹൻലാൽ പങ്കെടുക്കാതിരുന്നത്. ഇതോടെയാണ് സംഘപരിവാർ മോഹൻലാലിനെതിരെ ആദ്യമായി തിരിയുന്നത്. തുടർന്ന് മോഹൻലാലിന്റെ ആ സമയത്തിറങ്ങിയ മലൈക്കോട്ടെ വാലിബൻ ബഹിഷ്കരിക്കാൻ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറിന്റെ വ്യാപക ആഹ്വാനമുയർന്നു. അതേസമയം തന്നെ നടൻ ഉണ്ണി മുകുന്ദൻ ഗെറ്റ് സെറ്റ് ബേബി എന്ന തന്റെ സിനിമയുടെ ലൊക്കേഷനിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട ആഘോഷവും നടത്തിയിരുന്നു. നട്ടല്ലില്ലാത്ത ചില സൂപ്പർ താരങ്ങളെക്കാൾ തന്റെ പുതിയ സിനിമയുടെ സെറ്റിൽ പ്രാണപ്രതിഷ്ഠ ആഘോഷിച്ച ഉണ്ണി മുകുന്ദനാണ് റിയൽ ഹീറോ. മലൈക്കോട്ടെ വാലിബൻ ബഹിഷ്കരിക്കുക തുടങ്ങിയ രീതിയിലായിരുന്നു ഉയർന്ന കമന്റ്. എന്നാൽ ആ സംഭവത്തേക്കാൾ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നിലവിൽ മോഹൻലാലിനെതിരെ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ റിലീസിനെത്തിയത് മുതലാണ് രൂക്ഷ സൈബർ ആക്രമണത്തിന്റെ തുടക്കം. ചിത്രത്തിലെ ഗുജറാത്ത് കലാപവും അതുമായി ബന്ധപ്പെട്ട രംഗങ്ങളുമായിരുന്നു സംഘത്തിന് പ്രകോപനമുണ്ടാക്കിയത്. കേന്ദ്ര ഏജൻസികളെ അടക്കം വിമർശിച്ച സിനിമ RSSന് വലിയ പ്രകോപനമുണ്ടാക്കി. തുടർന്നായിരുന്നു പൃഥ്വിരാജും മോഹൻലാലും രാജ്യദ്രോഹികളെന്ന് മുറവിളി കൂട്ടിക്കൊണ്ട് സംഘപരിവാർ രംഗത്തു വന്നത്. മോഹൻലാലും പൃഥ്വിരാജും മുരളി ഗോപിയും ആന്റണി പെരുമ്പാവൂരുമെല്ലാം മാപ്പ് പറയണമെന്ന് അവർ അലമുറയിട്ടുകൊണ്ടേയിരുന്നു. കരിയറിൽ ആദ്യമായി ഇത്തരമൊരു സാഹചര്യം നേരിട്ട മോഹൻലാൽ മാപ്പ് പറയുകയും ചെയ്തു. പക്ഷേ അത് ഉൾക്കൊള്ളാൻ സംഘപരിവാർ തയ്യാറായില്ല. മാത്രമല്ല, സിനിമയുടെ റിലീസിന് ശേഷം ചിത്രം റീ എഡിറ്റ് ചെയ്യാൻ അണിയറ പ്രവർത്തകർ നിർബന്ധിതരാവുകയും ചെയ്തു. ഇതിനു പിന്നാലെ ചിത്രത്തിന്റെ പ്രധാന നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലന്റെ ഓഫീസിൽ ED റെയ്ഡ് നടത്തുകയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിനെയും മോഹൻലാലിനെയും വിമർശിച്ചുകൊണ്ട് RSS മുഖപത്രമായ ഓർഗനൈസർ മോഹൻലാലിനെതിരെ ലേഖനം ഇറക്കിയിരുന്നു. വസ്തുതകളെ വളച്ചൊടിക്കാനും ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളപൂശാനുമാണ് എമ്പുരാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു അന്നത്തെ വിമർശനം. മോഹൻലാലും ഗോകുലം ഗോപാലിനും സിനിമയുടെ കഥ അറിഞ്ഞില്ലെന്ന വാദം അംഗീകരിക്കാനാവില്ല. തിരക്കഥ മുഴുവൻ വായിക്കാതെ മോഹൻലാൽ അഭിനയിക്കുമെന്നത് അവിശ്വസനീയമാണെന്നും വിമർശിച്ച ഓർഗനൈസർ ഇത്തരം സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹൻലാലിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ ആരാധകരോടുള്ള വഞ്ചനയാണെന്നും ലേഖനം കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ പിന്തുണച്ച ആരാധകർ ഇപ്പോൾ പ്രയാസത്തിലാണെന്നും ഓർഗനൈസർ എഴുതി. എമ്പുരാൻ വിഷയത്തോടെ സംഘപരിവാർ മോഹൻലാലിനെതിരെ പൂർണ്ണമായും തിരിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇതിനുശേഷം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട നടന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിലായിരുന്നു അധിക്ഷേപ കമന്റുകളും അസഭ്യ വർഷവുമായി വീണ്ടും സംഘപരിവാർ അക്കൗണ്ടുകൾ പ്രത്യക്ഷപ്പെട്ടത്. എമ്പുരാൻ സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെടുത്തി തന്നെയായിരുന്നു സൈബർ ആക്രമണം നടന്നത്. നിരവധി പേരാണ് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ അസഭ്യ കമന്റുകൾ ഇട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായവരെ ഓർത്ത് എന്റെ ഹൃദയം വേദനിക്കുന്നു. അത്തരം ക്രൂരതയ്ക്ക് സാക്ഷിയാകുന്നത് വേദനാജനകമാണ്. നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിനെ ഒരു കാരണത്താലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇരയാക്കപ്പെട്ടവരുടെ കുടുംബത്തിനുണ്ടായ നഷ്ടം വാക്കുകൾക്ക് അതീതമാണ്. നിങ്ങൾ തനിച്ചല്ലെന്ന് ദയവായി അറിയുക.
രാഷ്ട്രം മുഴുവൻ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇരുട്ടിലും സമാധാനം നിലനിൽക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. പരസ്പരം കൈവിടാതെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇതായിരുന്നു മോഹൻലാൽ പങ്കുവച്ച കുറിപ്പ്. ഈ ആക്രമണത്തെയും വെളുപ്പിക്കാൻ ഒരു സിനിമ എടുക്കൂ ലാലേട്ട. ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ആണെന്ന് നിങ്ങൾ നേരത്തെ തെളിയിച്ചതാണ്. അതുകൊണ്ട് ഈ പോസ്റ്റിന് യാതൊരു വിശ്വാസ്യതയില്ല. പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വരുന്ന സയ്യിദ് മസൂദുമാരെ സൂക്ഷിക്കൂ എന്നിങ്ങനെയായിരുന്നു പോസ്റ്റിന് താഴെ വന്ന സംഘപരിവാർ അനുകൂലികളുടെ കമന്റുകൾ. ഇതിനൊക്കെ ശേഷമാണ് പുതിയ വിവാദവുമായി വീണ്ടും മോഹൻലാലിനെതിരെ സംഘം തിരിഞ്ഞിരിക്കുന്നത്. ഓർഗനൈസറിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട ലേഖനത്തിലാണ് നടനെതിരെയുള്ള പുതിയ വിദ്വേഷ പരാമർശം. ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച കമോൺ കേരള 7ാം എഡിഷനിൽ മോഹൻലാലിനെ ആദരിച്ചതാണ് ഇവരെ വീണ്ടും ചൊടിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാൽ വെറുമൊരു നടൻ മാത്രമല്ല, ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് എന്നിങ്ങനെ പോകുന്നു ലേഖനത്തിലെ വാക്കുകൾ. ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കെ മോഹൻലാൽ പരിപാടിയിൽ പങ്കെടുത്തത് ശരിയല്ലെന്നും മോഹൻലാലിന്റെ പദവി പിൻവലിക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു. പതിവ് പോലെ ലേഖനം പുറത്തിറക്കി മണിക്കൂറുകൾക്കുള്ളിൽ അത് പിൻവലിച്ചു. എങ്കിലും ഇതിനോടകം തന്നെ സംഘപരിവാറിന്റെ സൈബർ തീവ്രവാദികൾ വിഷയം ഏറ്റെടുത്ത് സൈബർ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. പാക് തീവ്രവാദികൾ നമ്മുടെ സ്വന്തം ഭാരതത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും ഷെല്ലുകളും വർഷിക്കുമ്പോൾ ഗൾഫിൽ പോയി മൗദൂദി പത്രത്തിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിന്റെ ആ മനസ്സ് ആരും കാണാതെ പോകരുത്. ഇസ്ലാമിസ്റ്റുകൾ എത്ര പണം കൊടുത്താണ് മോഹൻലാലിനെ ഈ പരിപാടിയിൽ ഇറക്കിയതെന്ന് അറിയില്ല. എന്തായാലും രാജ്യസ്നേഹത്തിന് മുകളിലാണ് ഭീകരവാദികളുടെ പണമെന്ന് തെളിയിച്ചല്ലോ എന്നാണ് ജനം TV അവതാരകൻ അനിൽ നമ്പ്യാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. സംഘപരിവാർ അവർക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവർ എതിർക്കുന്ന ഒരു വിഷയത്തെ എത്രത്തോളം ഭീകരമായ മോശപ്പെട്ട രീതിയിലാണ് പ്രതികരണം നടത്തുന്നതെന്ന് മലയാളികൾക്ക് നന്നായി അറിയാം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു അനിയത്തിയെ പോലെ തന്നെ കാശ്മീരി ഡ്രൈവർമാരായ മുസാഫിറും സമീറും സഹായിച്ചുവെന്ന് പറഞ്ഞതുമൂലം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട N രാമചന്ദ്രന്റെ മകൾ ആരതിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണം നമ്മൾ ആരും മറന്നിട്ടില്ല. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പങ്കുവച്ച കുറിപ്പിന് താഴെ വന്ന ഒരു കമന്റ് ആയിരുന്നു നമുക്ക് അബ്രാം ഖുറൈഷി വേണ്ട, സോഫിയ ഖുറൈഷി മതി എന്നത്. ഇന്നവർ സൈബർ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് ഇതേ സോഫിയ ഖുറൈഷിക്കെതിരെയാണ്.